മൂപ്പറ വീടിന്റെ പണി കഴിഞ്ഞു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ട. സാറേ എന്താണ് സാറേ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എന്റെ റെസിപ്റ്റ് ഉണ്ടോ എന്തേലും? എന്താണ് റെസിപ്റ്റ് എന്തേലും ഉണ്ടോ? മൊയ്തു അല്ലേ? മൊയ്തു. 900 സ്ക്വയർ ഫീറ്റ് വീട്. ഇതിപ്പോ വീട് പണി എന്തായി? വീട് പണിയൊക്കെ കഴിയാനായി. ഇനിയിപ്പോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ കറണ്ടിന്റെ വെള്ളത്തിന്. ഇതില് ചെയ്യാൻ പറ്റില്ല, ഇതില് വീട് പണിയാൻ പാടില്ലല്ലോ. അല്ല, ഈ പ്ലാൻ വെച്ച് നിങ്ങൾക്ക് ആരാ അപ്രൂവൽ തന്നത്? നിങ്ങളെ പ്ലാൻ മൊത്തം തെറ്റാണ്. നിങ്ങൾക്ക് എങ്ങനെ അപ്രൂവൽ തന്നതെന്ന്? സാറേ ഇവിടുന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണല്ലോ ഞാൻ വീടിന്റെ പണിയൊക്കെ തുടങ്ങിയത്. എന്താ അപ്രൂവൽ? സാറേ വീടിന് അപ്രൂവൽ കിട്ടിയിട്ടല്ലേ വീടിന്റെ പണി? എന്തെന്നാ എന്തെന്നാണ്? എന്താ നിനക്ക് പ്രശ്നമില്ല? തുടങ്ങിയത് ഏത്? സാറേ അപ്രൂവൽ കിട്ടാണ്ട് വീടിന്റെ പണി ഞാൻ തുടങ്ങുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വീട് പണിയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ വീട് പണിയാൻ പാടുള്ളൂ. അല്ലാതെ ആരെങ്കിലും വീട് പണിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. സാറേ അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ പണി മുടക്കരുത്. നിങ്ങളുടെ പണി മുടക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? അതന്നെ ഞാനും ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരു കാര്യം ചെയ്യും, ഞങ്ങളവിടെ ഒന്ന് വന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങോട്ട് വരണോ? സാർ ഒരു ഡേറ്റ് പറയണ്ടേ? ഡേറ്റ് ഇപ്പൊ നാളെ മറ്റോ നമുക്ക് ഒഴിവില്ലല്ലോ. പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തു. അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നോക്കാം. പെരേക്കൂടലിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണേ. ആദ്യം വീടിന്റെ പണി കഴിയട്ടെ കേട്ടോ, എന്നിട്ട് മതി. അപ്പൊ ശരി, ഞങ്ങൾ ഇൻസ്പെക്ഷന് വരുന്ന ദിവസം നിങ്ങളുടെ ആർക്കിടെക്ട് ഇല്ലേ, പുള്ളിയും കൂടെ വിളിക്കണം കേട്ടോ. ശരി, ഓക്കെ. ശരി, പോവാ. ഒരു മിനിറ്റ്. ആരാ ഈ കോയ? കോയ ആരാണ്? കോയ അയൽവാസിയാണ്. പുള്ളി ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. പരാതിപ്പെട്ടിട്ടുണ്ട്. എന്തിന്? നിങ്ങളുടെ വീട് പണി തുടങ്ങിയ അന്ന് മുതൽ പുള്ളിക്ക് എന്താ അസുഖമാണ്, ശ്വാസം മുട്ടലാണ്, അത് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ആ വീട് പണി നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഇവിടെ തന്നിട്ടുണ്ട്. വെറുതെ പറയാ സാറേ, ഓനൊരു കുഴപ്പമില്ല. ഇന്ന് രാവിലെ കൂടി ഞാൻ ഓനെ കണ്ടിട്ടുള്ളൂ. വെറുതെ ആണോ വിലക്കാണോ എന്നുള്ളത് നമുക്ക് വന്ന് നോക്കിയല്ലേ പറയാൻ പറ്റും. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വരാം കേട്ടോ.